സ്കൂൾ ഫിറ്റ്നസ് പരിശോധനയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി വിദ്യാഭ്യാസ വകുപ്പിന് തിരിച്ചടിയാകുന്നു. അടുത്തയാഴ്ച പരിഗണിക്കുന്ന കേസിൽ അനുകൂല ഉത്തരവ് വന്നാലും 2 ദിവസത്തിനുള്ളിൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുക അസാധ്യമാണ്. സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിലെ നിർദ്ദേശം. വൈദ്യുതി, ആരോഗ്യം, ഗതാഗതം, വനം, അഗ്നിരക്ഷാസേന തുടങ്ങിയ 5 വകുപ്പുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂവെന്നായിരുന്നു സർക്കുലറിലെ ആദ്യ നിർദ്ദേശവും. പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ പരിശോധിച്ചാൽ മതിയെന്ന് വകുപ്പ് തലത്തിൽ തീരുമാനം വന്നു. എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സംഘടന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അനുകൂല വിധി നേടിയതോടെ കുഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. 4 ദിവസത്തിനകം കേസ് ട്രൈബ്യൂണൽ വീണ്ടും പരിഗണിച്ച് സർക്കാരിന് അനുകൂലമായ ഉത്തരവ് വന്നാലും 2 ദിവസത്തിനകം സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുക അസാധ്യമാണ്. നിലവിൽ സ്കൂൾ തുറന്നതിന് ശേഷവും നിശ്ചിത സമയപരിധി നൽകി പരിശോധന പൂർത്തിയാക്കാനാകും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം. പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണമൊന്നും തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടില്ല. ജൂൺ 1-നാണ് സ്കൂളുകൾ തുറക്കുന്നത്. സംസ്ഥാനത്താകെ 15,369 സ്കൂളുകളാണുള്ളത്. ഈ ഘട്ടത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിനടക്കം മങ്ങലേൽക്കാനും സാധ്യതയേറി. അതേസമയം പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന എയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾ ഇതിനോടകം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.